الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. وعن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال: بحسب امرئ من الشر أن يحقر أخاه المسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് ഷർറിനാൽ മതിയായതാണ് അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം, തൻ്റെ മുസ്ലിമായ സഹോദരനെ നിന്ദിക്കുക എന്നുള്ളത്. അത് വലിയ ഷർറ് ചെയ്തതുപോലെയാണ്. തൻ്റെ മുസ്ലിമായ സഹോദരനെ നിന്ദിക്കുക എന്നുള്ളത് ഒരാൾ ഷർറ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ പാപമാണത്. രണ്ടാമത്തെ ഹദീസ്, وعن ابن مسعود رضي الله عنه عن النبي صلى الله عليه وسلم قال: لا يدخل الجنة من في قلبه مثقال ذرة من كبر. ഒരു അണുമണി തൂക്കം കിബിർ ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഒരു സഹാബി ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന തൗബുഹു ഹസനൻ വനഅലുഹു ഹസനതൻ. ഒരാൾ തൻ്റെ വസ്ത്രവും ചെരിപ്പും നല്ലതാകാൻ ഇഷ്ടപ്പെടുന്നു. അത് കിബറാണോ? അത് അഹങ്കാരമാണോ? നല്ല വസ്ത്രം, നല്ല ചെരുപ്പൊക്കെ ജനങ്ങൾക്കിടയിൽ നടക്കുക എന്നുള്ളത്. അപ്പോൾ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അതൊരിക്കലും കിബറല്ല. അള്ളാഹു ജമീലാണ്, അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് റസൂൽ പറഞ്ഞു, അൽ കിബ്റു, കിബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബതറുൽ ഹഖി വഗംതുൻ നാസ്, സത്യത്തെ ഉൾക്കൊള്ളാതിരിക്കലാണ്, ഹക്കിനെ ഉൾക്കൊള്ളാതിരിക്കുക. അവൻ്റെ ദേഹച്ചക്കെതിരായതുകൊണ്ട് അവൻ അതിനെ ഉൾക്കൊള്ളുന്നില്ല, തള്ളിക്കളയുന്നു, അംഗീകരിക്കുന്നില്ല. വഗംതുൻ നാസ്, ജനങ്ങളൊക്കെ താഴ്ത്തി കാണലുമാണ്. ഇതാണ് കിബർ. ഞാൻ മാത്രം, മറ്റെല്ലാവരും എൻ്റെ കീഴിൽ. അവരൊന്നും ഒന്നുമല്ല, അവരുടെ അഭിമാനത്തിന് വില കൽപ്പിക്കുന്നില്ല. അങ്ങനെ ജനങ്ങളെ കീഴാക്കി കാണലും താഴ്ത്തി കാണലും സത്യത്തെ അംഗീകരിക്കാതിരിക്കലുമാണ് കിബർ. അല്ലാണ്ട് നല്ല വസ്ത്രമോ നല്ല ചെരുപ്പോ ഇട്ടിട്ട് ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ നടക്കുന്നത് അത് കിബറല്ല. മറ്റൊരു ഹദീസ്, وعن جندب بن عبد الله رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: قال رجل والله لا يغفر الله لفلان. വല്ലാത്തൊരു ഹദീസാണ്. നമ്മൾ ദീനിന്റെ പേരിലും പരസ്പരം ആക്ഷേപിക്കാൻ പാടില്ല. ഒരു വ്യക്തി മറ്റൊരാളോട് പറയാണ്, വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ, ഇന്നാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. നമ്മൾ ചിലപ്പോൾ പറയും, മറ്റുള്ളവരുടെ ഓൻ്റെ കുരുത്തക്കേടുകളും തോന്നിവാസങ്ങളും കണ്ടിട്ട് ഓനിക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. അങ്ങനെ ഒരു വ്യക്തി ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഫഖാല അല്ലാഹു അസ്സ വജല്ല മൻ ദല്ലദി യതഅല്ല അലയ്യ അല്ലാ അഗ്ഫിറ ലിഫുലാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ആരുണ്ട് എൻ്റെ മേൽ സത്യം ചെയ്ത് പറയാൻ ഞാൻ ഇന്നൊരാൾക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ ആരുണ്ട്? ഇന്നി ഖദ് ഗഫർതു ലഹു. എന്നിട്ട് പറയും, ഞാൻ അവന് പുറത്തു കൊടുത്തു. അള്ളാന്റെ അധികാരത്തിൽ കയറി പറയല്ലേ, ഞാൻ അവന് പുറത്തു കൊടുത്തു. വ അഹ്ബത്തു അമലക്, നിന്റെ അമലുകളൊക്കെ ഞാൻ പൊളിച്ചളയുകയും ചെയ്തു. അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാളെ ദീനിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, ആക്ഷേപിക്കാനോ താഴ്ത്തി പറയാനോ പാടില്ല. നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി, ഒരാളിലൊരു തെറ്റ് കണ്ടാൽ അതാണ് റസൂൽ മിമ്പറിൽ കയറിയിട്ട് ഈ ഒരു സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണ്, എന്നിട്ടാണ് അത് തിരുത്തി കൊടുക്കുക സഹാബാക്കൾക്ക്. വ്യക്തിപരമായിട്ടല്ല. ഇനി വ്യക്തിപരമായിട്ട് തിരുത്തുകയാണെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാം, തിരുത്തി കൊടുക്കാം. പൊതുവായിട്ട് പറയുമ്പം ഈ ഒരു സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണ്, ആ രീതിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുക എന്നുള്ളത്. അതല്ലാതെ നമ്മൾ മറ്റുള്ളവരിൽ ഖൈർ ആഗ്രഹിക്കുക, ഖൈർ പ്രതീക്ഷിക്കുക, അള്ളാഹു എനിക്ക് പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു എനിക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, അള്ളാഹു നേരായ വഴിയിലാക്കട്ടെ എന്ന് ആശിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. അതാണ് ഒരു ദായിയുടെ മനസ്സ്, ഒരു പ്രബോധകന്റെ മാനസികാവസ്ഥ. അതാണ്. അല്ലാതെ മറ്റൊരാളെ ദീനിന്റെ പുറത്താക്കലോ മറ്റൊരാളെ നരകത്തിലേക്കാക്കലോ ഒരിക്കലും ഒരു ദായിയുടെ മാനസികാവസ്ഥ അല്ല. അപ്പൊ അതാണ് ഇതിലും ഈ ഹദീസിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.